Hi friends, how are you? Welcome back to my channel. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. Epson L3152 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. കാരണം ഈ Epson L3152 എന്ന മോഡൽ ഓൺലൈനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ അത് വാങ്ങി കഴിഞ്ഞിട്ട് കുറേ പേർക്ക് അത് എങ്ങനെ അൺബോക്സ് ചെയ്യേണ്ടതെന്നും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അപ്പോൾ അതിനൊരു ചെറിയ സഹായമാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ ആ ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അവിടെ നിയറസ്റ്റ് സർവീസ് എന്ന കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അവർക്ക് കോൺടാക്ട് ചെയ്ത് അവർ 2 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ മാക്സിമം ഫുൾ സപ്പോർട്ട് ഇൻസ്റ്റാളേഷനും ഫുൾ എല്ലാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യവും അവർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതാണ്. അപ്പം നിങ്ങൾ ആ മാക്സിമം റിസ്ക് ഒഴിവാക്കാൻ നോക്കണം. കാരണം ഈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ വാറണ്ടി കവറേജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സാകും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രിൻ്റർ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്കിത് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതുണ്ട് Epson L3152. നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ളത് L3150 എന്ന മോഡലാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഒരു മോഡലിൻ്റെ പേര് മാറി തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു കളർ, ബ്ലൂ കളറുള്ള സ്വിച്ച് പാനൽ അത് ബ്ലാക്ക് ആയിരുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ CD മാനുവൽ നമ്മൾ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇങ്ക് ബോട്ടിൽസ് അതിന് എടുക്കാം. 4 ബോട്ടിൽസാണ് ഉണ്ടാവുക. 4 ബോട്ടിൽ ഇങ്കിൻ്റെ 4 ബോട്ടിൽ ബ്ലാക്ക്, യെല്ലോ, മജന്ത, സിയാൻ. അത് മാറ്റി വെച്ചു. പിന്നുള്ളത് പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വയർഡായി കണക്ട് ചെയ്യാനുള്ള USB കേബിളാണിത്. ഇത് മാറ്റി വെച്ച് നമുക്ക് ഇനി ഈ തെർമോൾ, പിന്നെ അതിൻ്റെ പവർ കോഡ് ഉണ്ട്. പവർ കോഡ് കറണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തെർമോക്കോൾ പീസ് ഒഴിവാക്കാം. ഒഴിവാക്കുന്നു. പിന്നെ ഇനി അത് ഒഴിവാക്കി ശേഷം നമുക്ക് പെട്ടിയിൽ നിന്നും പ്രിൻ്റർ എടുത്ത് വെച്ചു. ഇനി അത് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ടാപ്പുള്ളതാ, കംപ്ലീറ്റ് ബ്ലൂ ടാപ്പ്, അത് ഫുള്ള് റിമൂവ് ചെയ്യണം കേട്ടോ. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാനോ ഇങ്ക് ഒഴിക്കാനോ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ ബ്ലൂ ടാപ്പ് ഫുള്ള് ഒഴിവാക്കാം. ഈ ഒരു സ്ട്രിപ്പ് പോലും പക്ഷെ കുഴപ്പമില്ല. അതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒന്നിങ്ങനെ ഒരു സൈഡ് വെച്ചാൽ പിന്നെ ഒരു സൈഡ് നടു ബെൻഡാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറുന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി ബ്ലൂ ടാപ്പും പാട് ഒഴിവാക്കുന്നു. ഈ ബ്ലൂ ടാപ്പ് എന്തിനാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോരോ ഏരിയകളും ഇതിൻ്റെ ഓരോ സെക്ഷനുകൾ എവിടെയൊക്കെയാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തലും പാടാണ് കേട്ടോ ഇത്. കാരണം ഇപ്പോൾ അതാ സപ്പോസ് നമ്മൾ ഇനി ഊരാൻ പോണത് കാണിച്ചു തരാം. ഇതിന് വലിച്ചു കഴിഞ്ഞാൽ ഇതാണ് പേപ്പർ ഔട്ട് വരുന്ന ഭാഗമാണ് ഇത്. അതിൻ്റെ ഇവിടെയാണ് പ്രിൻ്റ് ചെയ്താണ്ട് പുറത്ത് വരുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് നീക്കാൻ വയ്ക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്തപ്പോൾ മനസ്സിലായത്. അതേപോലെ ഇനി ഒരു ബ്ലൂ ടാപ്പ് ഇതായി കാണുന്നത് അത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഡോറ് പൊതിച്ചിട്ടുണ്ടോ, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പേപ്പർ ജാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പേപ്പർ ആ ജാമായ പേപ്പർ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് അത് ഊരി വെച്ചു. ഇനി ഇങ്ക് ഒഴിച്ച് ഇനി അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ.